Welcomes to all. Now we are going to discuss about the first chapter, sensation and response in just 8 minutes. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഈ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒരു നോട്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ന്യൂറോൺ. നമുക്കറിയാം ന്യൂറോൺ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവ് സിസ്റ്റം. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ് ആണ് ന്യൂറോൺ. ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. സ്ട്രക്ചറിൽ നമുക്കറിയാം ഡെൻഡ്രൈറ്റ് ആണ്, എക്സ്ട്രീമെന്റ് ഡെൻഡ്രൈറ്റ്, ദെൻ ഡെൻഡ്രോൺ, ദെൻ ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോഡ്. These are the parts of neurons. Then we are going to explain what is the parts. Dendron. Dendron carries impulses from dendrites to the cell body. Dendron എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നു എങ്ങോട്ട്? സെൽ ബോഡിയിലേക്ക്. Then next is dendrite. Dendrite is the extreme end at the beginning. ഏറ്റവും തുടക്കത്തിൽ കാണുന്ന ന്യൂറോണിന്റെ ഏറ്റവും തുടക്കത്തിൽ കാണുന്ന ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ആണ്. ഇതെന്ത് ചെയ്യുന്നു? റിസീവ്സ് ഇമ്പൾസസ് ഫ്രം ദി അഡ്ജസന്റ് ന്യൂറോൺ. തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നുമുള്ള ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഡെൻഡ്രൈറ്റിന്റെ ഒരു ഫങ്ഷൻ. ദെൻ നെക്സ്റ്റ് ആക്സോൺ. ആക്സോൺ carries impulses from the cell body to outside. പുറത്തേക്ക് ഇമ്പൾസസിനെ കൊണ്ടുപോകുന്നതാണ് ആക്സോൺ. ദെൻ നെക്സ്റ്റ് ഈസ് ആക്സോണൈറ്റ്. ആക്സോണിന്റെ ബ്രാഞ്ച് ആണ്. ഏതുപോലെ ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് എന്നതുപോലെ ആക്സോണൈറ്റ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ആക്സോൺ. ക്യാരീസ് ഇമ്പൾസസ് ടു ദി സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുവരുന്നതാണ് ആക്സോണൈറ്റ്. which secretes neurotransmitter. ന്യൂറോട്രാൻസ്മിറ്റർ സെക്രേറ്റ് ചെയ്യുന്ന സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആക്സോണിന്റെ ഫങ്ഷൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെർവ്സ്. നമുക്കറിയാം 3 ടൈപ്പ് നെർവ്സ് ആണുള്ളത്: സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സ്ഡ് നെർവ്. സെൻസറി നെർവ്. സെൻസറി നെർവ് മീൻസ് ദ നെർവ്സ് ഫ്രം സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസിൽ നിന്നുമുള്ള നെർവുകളാണ്. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസസിനെ കൊണ്ടുവരുന്നു. എവിടെ നിന്നും? നമ്മുടെ ശരീരത്തിന്റെ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. നെക്സ്റ്റ് ഈസ് മോട്ടോർ നെർവ്. മോട്ടോർ നെർവ് ആണ് നമുക്ക് നമ്മുടെ ആക്ഷൻ, നമുക്ക് നടക്കുവാൻ അങ്ങനെയുള്ള ആക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന മോട്ടോർ നെർവാണ്. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുള്ള ഇമ്പൾസസ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മോട്ടോർ നെർവ്. ദെൻ നെക്സ്റ്റ് ഈസ് മിക്സ്ഡ് നെർവ്. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലേക്കും അതുപോലെ സ്പൈനൽ കോഡിൽ നിന്നുമുള്ള ഇമ്പൾസസ് അങ്ങോട്ടേക്ക് ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നും തിരികെ കൊണ്ടുവരുന്നുണ്ട്. ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ദെൻ നെക്സ്റ്റ് ഈസ് പാർട്സ് ഓഫ് ബ്രെയിൻ. നമുക്കിവിടെ 5 പ്രധാനപ്പെട്ട പാർട്സ് പറയുന്നുണ്ട്: സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ ആൻഡ് സെറിബെല്ലം. നമുക്ക് അതിന്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സെറിബ്രം. സെറിബ്രം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാർജസ്റ്റ് പാർട്ട്, വലിയൊരു ഭാഗമാണ്. സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻസ്. പിന്നെന്താണ്? സെൻസേഷൻ ലൈക്ക് സൈറ്റ്, ഹിയറിംഗ്, നമുക്ക് കാഴ്ച, കേൾക്കുന്നത്, ഹിയറിംഗ്, ടേസ്റ്റ്, സ്മെൽ, ഇങ്ങനെയുള്ള സെൻസേഷൻസ് ഒക്കെ സെറിബ്രമാണ്. പിന്നെന്താ? വോളണ്ടറി മൂവ്മെന്റ്സ്, നമ്മുടെ മൂവ്മെന്റുകൾ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മൂവ്മെന്റ്സ്, ഇത്രയുമാണ് സെറിബ്രം. ഓക്കെ. നെക്സ്റ്റ് ഈസ് സെറിബെല്ലം. നമ്മുടെ മസിൽസിന്റെ ആക്ടിവിറ്റീസ് അതിനെ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയെ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് നേരെ നിൽക്കാൻ, നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് സെറിബെല്ലം.
The next is medulla oblongata. Controls involuntary actions. The heartbeat, breathing, ഇതുപോലുള്ള ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് മെഡുല ഒബ്ലോങ്കേറ്റ. നെക്സ്റ്റ് ഈസ് തലാമസ്. ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അതൊരു ട്രാൻസ്മിഷൻ സെന്റർ ആണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഇമ്പൾസസിനെയൊക്കെ നമ്മുടെ സെറിബ്രത്തിലേക്ക് വിടണോ വേണ്ടയോ എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു സെന്റർ, ഒരു റിലേ സ്റ്റേഷൻ പോലെ തലാമസിൽ ചെന്നിട്ടാണ് സെറിബ്രത്തിലേക്ക് പോവുക. So it acts as a relay station of impulses to and from the cerebrum. Analyze impulses from various parts of the body and send important ones to the cerebrum. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് മാത്രമേ നമ്മുടെ സെറിബ്രത്തിലേക്ക് വിടുന്നുള്ളൂ. നെക്സ്റ്റ് ഈസ് ഹൈപ്പോതലാമസ്. നമ്മുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ്, നമ്മുടെ ടെമ്പറേച്ചർ, അതുപോലെ തൈസ്റ്റ്, വാട്ടർ ലെവൽ, ഇങ്ങനെയുള്ള ബോഡിയിലെ കണ്ടീഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ഹോമിയോസ്റ്റാസിസ്. അതിനെ മെയിൻറ്റെയിൻസ് ചെയ്യുന്നതാണ് ഹൈപ്പോതലാമസ്. ലാസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് നെർവ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്ന 3 ഡിസീസസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് അൽഷിമേഴ്സ്. അൽഷിമേഴ്സ് എന്താണ്? അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസോൾബിൾ പ്രോട്ടീൻ ഇൻ ദി ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. ന്യൂറൽ ടിഷ്യൂസിലെ ഇൻസോൾബിൾ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? അടിഞ്ഞുകൂടുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു. Then what happens? Neurons get destroyed. Neurons നശിച്ചു പോകും. അതിന്റെ സിംറ്റംസ് എന്താണ്? ലോസ് ഓഫ് മെമ്മറി. നമുക്ക് ഇൻഎബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സിനെ അറിയാൻ കഴിയുന്നില്ല, റിലേറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല, ഇൻഎബിലിറ്റി ടു ഡു റൊട്ടീൻ വർക്ക്, നമ്മുടെ ഡെയിലിയുള്ള ദിനചര്യകൾ ചെയ്യാൻ പറ്റാതെ വരും. ഇതാണ് അൽഷിമേഴ്സ്. Then next is Parkinson's disease. Destruction of specialized ganglions in the brain. നമ്മുടെ ബ്രെയിനിലുള്ള ഗാംഗ്ലിയോണുകൾ ഡാമേജ്ഡ് ആയി പോകുന്നു. പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പാമൈൻ, ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പാമൈൻ ബ്രെയിനിൽ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ്ഡ് ചെയ്യുന്നു. ഇപ്പൊ ഡോപ്പാമൈൻ കുറഞ്ഞു പോകുന്നതും ഗാംഗ്ലിയോൺസിന്റെ ഡിസ്ട്രക്ഷനുമാണ് മെയിൻ റീസൺ. അതിന്റെ സിംറ്റംസ് എന്താണ്? നമ്മുടെ ബോഡി ബാലൻസ് നമുക്ക് നിലനിൽക്കാൻ കഴിയാതെ വരുന്നു, ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ്, ബോഡി ഷിവറിങ് ഉണ്ടാവുന്നു, പിന്നെ സലൈവ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് വൺ ഈസ് എപ്പിലെപ്സി. എപ്പിലെപ്സി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലുള്ള ഇലക്ട്രിക് ചാർജസിന്റെ ഒരു ഇറഗുലാരിറ്റിയാണ്. അതിന്റെ സിംറ്റംസ് ആണ് ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്, അതുപോലെ പല്ലിങ്ങനെ കടിച്ചു പിടിച്ച, ക്ലെൻജിങ് ഓഫ് ദ ടീത്ത് ഫോളോയിങ് which the patient falls unconscious. ഈ patient unconscious ആയിട്ട് മാറും. These are the points of the first chapter based on focus area.